ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര കുന്നത്തൂർ പാടിയിലേക്കാണ്. ഇന്ന് ഡിസംബർ 17-ാം തീയതി കുന്നത്തൂർ പാടിയിൽ ഉത്സവം തുടങ്ങും. ഇനിയുള്ള ഒരു മാസക്കാലം കുന്നത്തൂർ പാടി ഉത്സവ ലഹരിയിലായിരിക്കും. നാടുകളും പുഴകളും താണ്ടി നാട്ടിൻപുറത്ത് മനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മൾ കുന്നത്തൂർ പാടിയിലേക്കുള്ള യാത്രയിലാണ്. മയ്യിൽ എന്ന പ്രദേശത്തെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളോടുള്ള യാത്രയാണ്. ഇതിപ്പോൾ സമയം വൈകിട്ട് 6 മണിയാണ്. അങ്ങനെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ മലയോര ഗ്രാമമായ കുന്നത്തൂർ പാടി എന്ന ദൈവിക സ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇപ്പോൾ ഏകദേശം 6:30 മണിയായ സമയം. ചെറുതും വലുതുമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ക്ഷേത്രഭാരവാഹികൾ അനേകം സ്ഥലങ്ങൾ തന്നെ പാർക്കിംഗ് ഏരിയ ആയി നിർണ്ണയിച്ചു വെച്ചിട്ടുണ്ട്. റോഡരികിൽ എവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം കഴിഞ്ഞ വർഷം 5-6 മണിക്കൂർ നേരം വരെ റോഡ് ബ്ലോക്കായ സ്ഥിതിവിശേഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിവിശാലമായ ഗ്രൗണ്ട് തന്നെ പാർക്കിങ്ങിനായി ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമായ കുന്നത്തൂർ പാടി എന്ന ദേവസ്ഥാനത്ത് ഒരു മാസത്തെ തിരുവപ്പന ഉത്സവത്തിന് തുടക്കമാവുകയാണ്. ഇതാണ് താഴെ പൊടിക്കളത്തെ മടപ്പുര. ഇന്ന് സന്ധ്യയോടുകൂടി പാടിയിൽ പ്രവേശിക്കുന്ന ചടങ്ങ് തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. മൂലംപെറ്റ ഭഗവതിയുടെ മുടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് താഴെ മടപ്പുരയുടെ ഉൾഭാഗമാണ്. മൂലംപെറ്റ ഭഗവതി മുത്തപ്പൻ്റെ മാതാവ് എന്ന സങ്കല്പമാണ്. ഇവിടെ നിന്നാണ് മുത്തപ്പൻ പാടിയിലേക്ക് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് പാടി. അപ്പോൾ പാടിയുടെ പ്രവേശന കവാടമാണിത്. അതിമനോഹരമായ ഒരു പ്രവേശന കവാടം തന്നെയാണ്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നമുക്കൊരു ഏകദേശം 1/2 കിലോമീറ്റർ കുന്ന് കയറിയാലാണ് ശരിക്കുള്ള മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം. നമുക്കൊന്ന് മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം കണ്ടുവരാം. ഈ പ്രദേശം മുഴുവൻ കച്ചവടമാണ്. താൽക്കാലിക ഷെഡുകൾ കെട്ടി ചുറ്റിനും കച്ചവട കേന്ദ്രങ്ങളാണ്. ഈ കവാടത്തിനകത്തുകൂടി കയറി സ്റ്റെപ്പാണ്, പകുതി വഴി വരെ സ്റ്റെപ്പാണ്. പ്രവേശന കവാടത്തിൽ 3-4 സ്റ്റെപ്പ് കയറിയതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവേശന കവാടത്തിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ദൃശ്യമാണിത്. അപ്പോൾ നമ്മൾ ഈ പ്രവേശന കവാടം വഴി ഒന്ന് മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു താൽക്കാലിക മടപ്പുരയും നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയ സ്റ്റെപ്പുകളാണ്. കുറച്ച് പകുതി ദൂരം വരെ ഇതേമാതിരിയുള്ള സ്റ്റെപ്പുകളാണ്. അത് കഴിഞ്ഞ സ്റ്റെപ്പൊന്നുമില്ല, ഉരുളൻ കല്ലുകളാണ്. ഇത് ഫോറസ്റ്റാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏരിയ ആണ്. കാട്ടിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇത്ര ദൂരം മാത്രമേ സ്റ്റെപ്പുള്ളൂ. അതിനുശേഷം ഇനി ഇതേമാതിരിയുള്ള കല്ലുകളാണ്. നല്ല മൂർച്ചയുള്ള ഉരുളൻ കല്ലുകളാണ്, ഉരുണ്ടിട്ടല്ല കൂർത്തിട്ടുള്ള കല്ലുകളാണ്. അതുകൊണ്ട് വയസ്സായവർ കുട്ടികളെല്ലാം വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട്, വൈദ്യുതി ഉണ്ട്, വൈദ്യുതി ലൈറ്റുകളിലുണ്ട്, എങ്കിലും വളരെ ശ്രദ്ധിച്ച്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്ത് നിക്ഷേപിക്കരുതെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കർശന നിർദ്ദേശമുണ്ട്. പാടിയിലെത്തുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കലശസ്ഥാനമാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേവസ്ഥാനമായി. ദേവസ്ഥാനത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. താൽക്കാലിക മടപ്പുരയും എല്ലാം തയ്യാറാണ് ഇവിടെ. ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം മുത്തപ്പൻ്റെ പാടിപ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഉടുമ്പമലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. താൽക്കാലിക ക്ഷേത്രം മാത്രമാണ്. അങ്ങ് ദൂരെ കാണുന്ന ദേവസ്ഥാനത്തുള്ള ഒരു പീഠമാണ്, മുത്തപ്പൻ ഇരിക്കുന്ന പീഠമാണ്. എല്ലാ സ്ഥലത്തും മരത്തിൻ്റെ പീഠമായിരിക്കുന്നു. ഇവിടെ കാണുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ പീഠമാണ്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഉത്സവത്തിന് വേണ്ടി മാത്രമായി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. സന്ധ്യയോടുകൂടി പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് തുടങ്ങും. ആ ദൂരെ കാണുന്നതാണ് താൽക്കാലിക മടപ്പുര. പനയോലകളാൽ നിർമ്മിച്ചതാണ് താൽക്കാലിക മടപ്പുര. സന്ധ്യയോടുകൂടി കോമരവും ചന്ദനം താൽക്കാലിക മടപ്പുരക്കുള്ളിൽ പൈങ്കുറ്റി വെച്ച ശേഷം കൊല്ലൻ കങ്കാണിയറയിലെ വിളക്ക് തെളിയിക്കുന്നതോടുകൂടി ഉത്സവത്തിന് തുടക്കമാകും. മുത്തപ്പൻ്റെ വരവിന് സമയമായി ഭക്തജനങ്ങളെല്ലാം പാടിയിൽ പ്രവേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുത്തപ്പൻ്റെ വരവ് കാണാനായി പാടിയിൽ നിന്നും പ്രവേശന കവാടത്തിലേക്ക് നീങ്ങുകയാണ്. മുത്തപ്പൻ പാടിയിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ പാടിയുടെ പ്രവേശന കവാടത്തിൽ നിന്നാണ് കാണുന്നത്. കണ്ണൂരിൽ നിന്നും ചാലോട് ശ്രീകണ്ഠാപുരം വഴി പയ്യാവൂരിൽ നിന്നും കുന്നത്തൂർ പാടിയിലേക്ക് 5 കിലോമീറ്ററാണ് ദൂരം.
തലശ്ശേരിയിൽ നിന്ന് വരുമ്പോഴും ചാലോട് ശ്രീകണ്ഠാപുരം പയ്യാവൂർ വഴി തൂർപ്പാടിയിലെത്തുന്നത് തന്നെയാണ്. കുന്നത്തൂർപ്പാടിയിലെ ദേവസ്ഥാനത്ത് താൽക്കാലിക മടപ്പുരയാണ് നമ്മൾ ഈ കാണുന്നത്. പനയോലകൾ കൊണ്ടാണ് ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുമാതിരി മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ചൂട്ട് ഈറ്റക്കമ്പുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഈ ഈറ്റക്കമ്പുകൾ കത്തിച്ചാണ് ചൂട്ട് പിടിക്കുന്നത്. അത്രമാത്രം പ്രകൃതിയായി ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത്. പനയോലകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക മടപ്പുര തുറന്ന് കോമരവും ചന്ദനം താൽക്കാലിക മടപ്പുരക്കുള്ളിൽ കയറി പൈങ്കുറ്റി വെച്ച ശേഷം കൊല്ലൻ കങ്കാണിയറയിലെ വിളക്ക് തെളിയിക്കുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമാവുന്നത്. കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ 2024 തിരുവപ്പന മഹോത്സവം, അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. മുത്തപ്പൻ പാടിയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി. കുന്നത്തൂർപ്പാടിയിലെ ഉത്സവം തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന്. അനേകം ഭക്തർ ചടങ്ങുകൾ കാണാനായി എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സമയമാണ്. മലമുകളിലാണ്, കാടിൻ്റെ അകത്തുള്ള ഒരു ദേവസ്ഥാനമാണിത്. ആദ്യ ദിനമായ ഇന്ന് പൈങ്കുറ്റി വെച്ചതിന് ശേഷമുള്ള ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ പൂജ കഴിഞ്ഞ് ഭക്തരെല്ലാവരും പ്രസാദം മേടിക്കുന്ന തിരക്കിലാണ്. നമ്മളെ മുന്നിലുള്ളത് മുത്തപ്പൻ്റെ കോലം കെട്ടുന്ന കോലധാരിയാണ്. ചടങ്ങുകൾക്ക് തുടക്കമായി. ആദ്യ ദിനമായ ഇന്ന് മുത്തപ്പൻ്റെ ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറംകാല മുത്തപ്പൻ, നാടുവാഴീശൻ ദൈവം, തിരുവപ്പന എന്നിങ്ങനെ 4 തെയ്യങ്ങളാണ് കെട്ടിയാടുക. മുത്തപ്പൻ്റെ പാനീയമായ കള്ള് ഒഴിച്ചു വെക്കുന്ന പാത്രമാണിത്. വലിയൊരു ഭരണിയാണ്. മുത്തപ്പൻ കിട്ടുന്ന കോലധാരിയുടെ മുഖമെഴുത്ത് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഈ വർഷത്തെ ഉത്സവം ജനുവരി 2 മുതൽ മാർച്ച് 2 വരെയാണ്. ഡിസംബർ 17 മുതൽ ജനുവരി 16 കാലത്ത് കളിക്കപ്പാട്ടുകളുണ്ട്. പ്രകൃതിയോട് ഇത്രയധികം ഇണങ്ങി നിൽക്കുന്ന വേറൊരു ഉത്സവം ഇല്ലെന്ന് തന്നെ പറയാം. എരുവേശിപ്പുഴയിലെ തിരുനെറ്റിക്കല്ലിൽ നിന്നും അയ്യങ്കര ഇല്ലത്തെ പാടിക്കുറ്റി അമ്മക്ക് കിട്ടിയ കുഞ്ഞാണ് മുത്തപ്പൻ. മുത്തപ്പന് എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടി വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിൽ അക്കാലത്ത് ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കൊപ്പം നിന്നാണ് മുത്തപ്പൻ വളർന്നു വന്നത്.
നായാട്ട് നടത്തിയും വേട്ടമൃഗങ്ങളെ ചുട്ടുതിന്നും മദ്യം സേവിച്ചുമായിരുന്നു മുത്തപ്പൻ വളർന്നത്. കുന്നത്തൂർ വനാന്തരങ്ങളിൽ അടിയാളന്മാരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുത്തപ്പൻ വളർന്നത്. വളർത്തുമകൻ്റെ ജീവിത രീതി ശരിയായ ദിശയിലല്ലെന്ന് കണ്ട അയ്യങ്കല ഇല്ലത്തുകാർ മുത്തപ്പനെ ശാസിക്കാനിടയായി. ഇതിൽ അതൃപ്തനായ മുത്തപ്പൻ പൊയ്ക്കണ്ണ് ധരിച്ച് ഇല്ലം എന്നേക്കുമായി വിടുകയും പിന്നീട് പുരളിമലയിലും പറശ്ശിനിക്കടവിലും എത്തി എന്നാണ് വിശ്വാസം. മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായ കുന്നത്തൂർ പാടിയിൽ ഒരു മാസക്കാലമാണ് ഉത്സവം നടക്കുക. പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. കുന്നത്തൂർ പാടിയിൽ ആദ്യ ദിനത്തിൽ മുത്തപ്പൻ്റെ 4 ജീവിത ചക്രങ്ങളാണ് അവതരിപ്പിക്കുക. പുതിയ മുത്തപ്പൻ, പുറംകാല മുത്തപ്പൻ, നാടുവാഴീശൻ ദൈവം, തിരുവപ്പന എന്നിങ്ങനെ 4 തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുക. തിരുവപ്പന പൊയ്ക്കണ്ണണിഞ്ഞാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഓങ്കാരം ഉരുവിടുന്നത് ഓം എന്നാണ്. ഉത്സവകാലങ്ങളിൽ മുത്തപ്പൻ ആവശ്യപ്പെടുന്നത് പ്രകാരം മാതൃരൂപമായ മൂലംപറ്റ ഭഗവതിയും കെട്ടിയാടും. വേറെ എവിടെയും കാണാനാവാത്തതാണ് മൂലംപറ്റ ഭഗവതിയുടെ തിരുമുടി. മുളയും നാരും കൊണ്ടും കെട്ടിയുണ്ടാക്കിയ ഗോപുരാകൃതിയിൽ മലവാഴ ഇലയുടെ അലങ്കാരവും. ഇതാണ് മൂലംപറ്റ ഭഗവതിയുടെ തിരുമുടിയുടെ പ്രത്യേകത. ഇവിടെ ചൂട്ടയായി ഉപയോഗിക്കുന്ന ചൂട്ടക്ക് വരെ പ്രത്യേകതയുണ്ട്. ഈ ഉണങ്ങിയ ഈറ്റയുടെ കമ്പുകളാണ് ചൂട്ടയായി ഉപയോഗിക്കുന്നത്. വേറെ എവിടെയാണ് ഇങ്ങനെയൊരു ദൈവവും ആചാരവും ഉള്ളത്? ഇതാണ് കണ്ണൂർക്കാരുടെ സ്വന്തം ദൈവമായ മുത്തപ്പൻ. മുത്തപ്പൻ്റെ ആദ്യ രൂപമായ പുതിയ മുത്തപ്പൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പരിമിതമായ മുഖമെഴുത്ത്, മീശയും താടിയുമില്ല, ആടയാഭരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ പുതിയ മുത്തപ്പൻ വരവായി. പുതിയ മുത്തപ്പനിൽ നിന്നും പുറംകാല മുത്തപ്പനിലേക്കുള്ള രൂപമാറ്റം. മുത്തപ്പൻ്റെ ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുറംകാല മുത്തപ്പൻ തയ്യാറെടുപ്പിലാണ്. പുതിയ മുത്തപ്പനിൽ നിന്നും പുറംകാല മുത്തപ്പനിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ആദ്യത്തേതിൽ തിരുമുടി ഇല്ലായിരുന്നു, ഇപ്പം തിരുമുടി വെച്ചു. അതിന്റെ ഷൂട്ട് ചെയ്താ
കുന്നത്തൂർ പാടി ദേവസ്ഥാനത്തെ സ്ഥാനികരായ അവകാശികൾക്ക് മുത്തപ്പൻ ദർശനം നൽകുന്നതാണ് ഈ മനോഹരമായ ദൃശ്യം നമ്മൾ കാണുന്നത്. ഈ ചൂട്ടയുടെ പ്രഭയിൽ നമ്മൾ ഈ കാണുന്നത് മുത്തപ്പൻ്റെ 4ാമത്തെ തെയ്യായ തിരുവപ്പന ഇറങ്ങുന്നതിൻ്റെ തുടക്കത്തിലാണ്. തിരുമുടി വെക്കുന്നതിന് മുന്നേയുള്ള തോറ്റം പറച്ചിലാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ചൂട്ടിൻ്റെ പ്രഭയിൽ തൻ്റെ ജീവിതകാലം ഓരോന്ന് ചുവടുവെച്ചും അഭിനയിച്ചും മുത്തപ്പൻ ആടുമ്പോൾ നമ്മൾ മുത്തപ്പനിൽ അലിഞ്ഞു ചേരുകയായി. വേറെ എവിടെയും ഇങ്ങനെയൊരു ദൈവം ആചാരവും ഉള്ളത്. ഇതാണ് കണ്ണൂർക്കാരുടെ സ്വന്തം ദൈവമായ മുത്തപ്പൻ. ഇന്നത്തെ 4ാമത്തെ തെയ്യമായ തിരുവപ്പന താടിയും മീശയും വെച്ചു. ഇനി പൊയ്ക്കണ്ണും വെച്ച് തിരുമുടിയും വെച്ച് തിരുവപ്പന ഇറങ്ങാനുള്ള സമയമായി. ചൂട്ടിൻ്റെ പ്രഭയിൽ മുത്തപ്പന് പൊയ്ക്കണ്ണ് വെക്കുന്ന ഭക്തി നിർഭരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി തിരുമുടി കൂടി വെക്കുന്നതോടുകൂടി മുത്തപ്പൻ പൂർണ്ണ രൂപത്തിലായി.
മുത്തപ്പന് തിരുമുടി വെക്കുന്ന ഭക്തി നിർഭരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മുത്തപ്പൻ്റെ 4ാമത്തെ തെയ്യമായ തിരുവപ്പന തിരുമുടി വെച്ച് കഴിഞ്ഞു. ഇനി മുത്തപ്പൻ അമ്മയെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ മൂലംപറ്റ ഭഗവതിയുടെ തെയ്യം ഇറങ്ങുന്നതായിരിക്കും. സാധാരണക്കാരിൽ മുകളിലല്ല, അവരിൽ ഒരാളാണ് താനും എന്ന് കൈപിടിച്ച് കഥകൾ പറഞ്ഞ് നമ്മെ സാന്ത്വനിപ്പിക്കുന്ന, നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കുന്ന, പരിഹാരങ്ങൾ പറഞ്ഞു തരുന്ന, ഞാൻ കൂടെയുണ്ടെന്ന് ഉറപ്പ് തരുന്ന കണ്ണൂർക്കാരൻ്റെ ഉൾബലം. അതാണ് ശ്രീ മുത്തപ്പൻ, കണ്ണൂർക്കാരൻ്റെ സ്വന്തം ദൈവം. ഇപ്പോൾ സമയം പുലർച്ചെ 3:30 മണിയായി. മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങി നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്.